വേരുണ്ട്, ഇനിയും വേരുണ്ട് ഇതിനകത്ത്. ഇവിടെ തന്നെ വെച്ചിട്ട് അടയ്ക്കാം. പറഞ്ഞോ. നെറ്റോ? ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. അനൂപാണ്. ഇത് നമ്മൾ ഏതാണ്ട് 26 ദിവസം മുമ്പ് പ്ലാന്റ് ചെയ്ത ചെടികളാണ് കേട്ടോ. ഈ ചെടികളുടെ വളർച്ച അക്വാപോണിക്സിൽ നിൽക്കുന്നതാണ് എന്ത് ഭംഗിയല്ലേ. ഇതിലെ കുക്കുംബറൊക്കെ കായ്ച്ചിട്ടുണ്ട് കേട്ടോ. കുക്കുംബർ, പടവലം, പീച്ചിൽ, അങ്ങനെ എല്ലാം നമ്മൾ നട്ടിട്ടുണ്ട്. ഇതിനകത്ത് പിന്നെ വെണ്ടപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് പ്ലാന്റ് ചെയ്തത്. കൈപ്പക്കൊക്കെ വള്ളിയായി പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ചീരകൾ, അതുപോലെ പയർ, കുറ്റി ബീൻസ്. ഇതെന്താണെന്നറിയോ? സ്ട്രോബെറി കേട്ടോ. സ്ട്രോബെറി നല്ല പിടിച്ചു. നമ്മൾ പുറത്തും തൈ പറിച്ച് നട്ടതാണ്, നന്നായിട്ട് പിടിച്ചു. പയറൊക്കെ നന്നായിട്ട് പിടിച്ച്, കുറ്റി ബീൻസാണ് കേട്ടോ, സോറി ബീൻസാണ്. ഫ്ലവർ ചെയ്തു, എല്ലാം ഫ്ലവർ ചെയ്തു. ഇത് മഴക്കാലത്ത് ചെടികൾ ഉണ്ടാവുമോ എന്ന് ചോദിക്കുന്ന ആളുകൾക്കുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് കേട്ടോ. ചീര, ഇത് ബ്ലാത്താങ്കര ചീരയാണ്, നട്ടിട്ടുണ്ട്. ഇതിൻ്റെ ചുവട്ടിലും നമ്മുടെ സ്ട്രോബെറി ഒരെണ്ണം തഴച്ച് വളരുന്നുണ്ട്. മിൻറ്റിൻ്റെ അവസ്ഥ ഉണ്ടോ? മിൻറ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് വളർന്ന് നന്നായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് മത്തങ്ങ മത്തൻ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. ഉണ്ടോ? പാവക്കൊക്കെ അതി ഗ്രോത്തിൽ നിൽക്കുന്നുണ്ട്. തക്കാളി പ്ലാന്റ് ചെയ്ത്, തക്കാളിക്ക് പൊതുവെ കുറച്ചൊരു വളർച്ചക്കുറവ് ഫീൽ ചെയ്യും ഈ മഴക്കാലത്ത്. പക്ഷേ ഇത് തക്കാളി ഉണ്ടായിട്ടുണ്ട്. പിന്നെ എല്ലാ കൂട്ടുകാരും ശ്രദ്ധിക്കണം കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു 1-2 ബന്ദി നട്ടുകയാണെങ്കിൽ നല്ലതാണ്. നമ്മുടെ ഈ പരാഗണത്തിനൊക്കെ ബന്ദിയുടെ പൂക്കൾ വിരിയുമ്പോഴേക്കും നല്ല ഈച്ചകൾ, നമുക്ക് ആവശ്യമുള്ള ഈച്ചകൾ വന്ന് വരും. പിന്നെ കുറേ ഈച്ചകൾ ഈ ട്രാപ്പിൽ പെടുകയും ചെയ്യും. കണ്ടോ, നമ്മുടെ കുക്കുംബർ കായ്ച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ഫ്ലവറും ചെയ്തിട്ടുണ്ട്. പടവലങ്ങളൊക്കെ പടർന്നുണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മൾ ആരും ചെയ്യാത്തൊരു കാര്യം ചെയ്തിട്ടുണ്ട്. വാനില നന്നായിട്ട് വേര് പിടിച്ചിട്ടുണ്ട്. നമ്മളിതിൽ കുറച്ച് വാനില നട്ടിട്ടുണ്ട്. അതിൽ ഫുള്ള് വേര് പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇഷ്ടംപോലെ കെണികൾ നമുക്ക് സ്ഥാപിച്ചു കൊടുക്കണം കേട്ടോ. അതെന്തായാലും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഉണ്ടോ, എന്തോരം കായ്ച്ചകളും അതുപോലെ വെള്ളീച്ചകളൊക്കെ നിറച്ച് നമ്മുടെ ട്രാപ്പുകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ അക്വാപോണിക്സ് ചെയ്യുമ്പോൾ എന്തായാലും ഇത് ചെയ്യണം. അപ്പോൾ അക്വാപോണിക്സിൻ്റെ കാഴ്ചകൾ തുടരും.